അങ്ങനെ ഞാനും ഹോസ്റ്റലിലോട്ട് ഇൻഡക്ഷനും കുക്കറൊക്കെ കൊണ്ടുവന്ന് ഒരു അടുക്കള സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഫുഡ് കഴിച്ചിട്ട് എന്തായാലും ഞാൻ മെനവെക്കില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ വലിയ കാലതാമസമൊന്നും വന്നില്ല. ഫസ്റ്റത്തെ സെം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കുക്കർ ഇൻഡക്ഷൻ വാങ്ങിച്ചോണ്ട് പോന്നു. കാരണം ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു പൊന്നിയരി എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഓഫ് അരിയാണ്. അതെനിക്ക് തിരികെ പറ്റാത്തൊരു അരി ആയതുകൊണ്ട് തന്നെ ഞാൻ നാട്ടിൽ നിന്ന് അരി കൊണ്ടുവന്നിട്ടാണ് ഇപ്പോൾ കുക്ക് ചെയ്യുന്നത്. ഇത് എത്ര നാളൊക്കെ ഉണ്ടാവും എന്നറിയില്ല. കാരണം എക്സാംസിൻ്റെ ടൈമിലൊന്നും എനിക്ക് കുക്കിങ്ങിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തിരികെ പറ്റില്ല. കാരണം ആ ടൈമിൽ എനിക്ക് വേറെ കാര്യങ്ങൾ മൾട്ടി ടാസ്കിങ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ് ആ ടൈമിൽ. അപ്പോൾ ആ ടൈമിൽ എനിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. അത് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ എനിക്ക് ഫുഡ് മാനേജ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. പിന്നെ ഇത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ക്യാരറ്റ് ഹൽവ കേട്ടോ. അപ്പോൾ ഇത് നാശാവണതിന് മുമ്പ് തന്നെ ഫുള്ള് തിന്നീർക്കാനുള്ളൊരു ഇതിലാണ്. എന്തായാലും കഞ്ഞിയിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് ഞാൻ കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. അരിയും മറ്റേ പയറും വെച്ചിട്ട് കഞ്ഞി, അതാകുമ്പോൾ വേറെ എക്സ്ട്രാ കൂട്ടാൻ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. രണ്ടെല്ലാം കൂടെ ഒരുമിച്ച് ഉണ്ടാക്കുകയും ചെയ്യും, പണിയും തരും, വയറും നിറയും. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതുണ്ടാക്കിയത് ബ്രേക്ക്ഫാസ്റ്റിന്. അങ്ങനെ കഞ്ഞിൻ്റെ കൂടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല പപ്പടവും കൊണ്ടാട്ടും ഉണക്കമീനും അച്ചാറും ഒക്കെ കൂടെ കൂട്ടിയിട്ട് ഒരു പിടി പിടിച്ചു. ആക്ച്വലി ഈ കുക്കറിൻ്റെ ഈ ഒരു ടെക്നിക്കുകളും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ എനിക്ക് പഠിക്കാനുണ്ട്. കാരണം ഈ വിസിലടിക്കുന്നതും അതിൻ്റെ എണ്ണമൊക്കെ എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ കുക്കർ അടുപ്പത്ത് വെച്ചാൽ പിന്നെ ഞാൻ അമ്മേനെ വിളിച്ചുകൊണ്ടിരിക്കും, ഇത് എത്ര വിസിലടിക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം എനിക്ക് അതിനെപ്പറ്റി വലിയ ധാരണയില്ല. അപ്പോൾ അതൊക്കെ കുറച്ചും കൂടെ കഴിഞ്ഞാൽ റെഡിയായി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.